തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെയും ശിവസേനയിലും വിമത നീക്കങ്ങൾ സജീവം. ഒരാഴ്ചയ്ക്കുള്ളിൽ 16 എംഎൽഎമാർ വരെ പാർട്ടി വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 6 എംപിമാരും വിമതപക്ഷത്തെത്തുമെന്നാണ് അഭ്യൂഹം. പോകുന്നവർ പോകട്ടെ എന്നായിരുന്നു അഭ്യൂഹങ്ങളോട് ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം. വി ആർ കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഇപ്പോൾ ഇതാ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും കൂടുതൽ നീക്കങ്ങൾ ശക്തമാവുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ വിമത നീക്കങ്ങൾ രാജ്യത്ത് രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായിരിക്കെ അതിന് പിന്നാലെ മഹാരാഷ്ട്രയിലും വിമത നീക്കങ്ങൾ സജീവമാവുകയാണ്. ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലാണ് ഇപ്പോൾ വിമത നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. 2 ദിവസമായി ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായി ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ച് ശിവസേന UBT നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നിർണായകം. ശിവസേന UBT നേതാവ് അനിൽ ദേശായി അല്പം മുമ്പ് CNN ന്യൂസ് 8നോട് ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ആരും ഈ പാർട്ടിയെ വഞ്ചിക്കില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ശക്തമായി പ്രതിരോധിക്കുന്നു ഈ വിമത നീക്കം സംബന്ധിച്ച വാർത്തകൾ. പക്ഷെ അപ്പോഴും ശിവസേന UBT വിഭാഗത്തിൽ ഇപ്പോഴും വിമത നീക്കങ്ങൾ സജീവമാണ്. 14 മുതൽ 16 MLAമാർ വരെ ഒരാഴ്ചയ്ക്കുള്ളിൽ ശിവസേന UBT വിടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 MLAമാരാണ് ശിവസേന UBT വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ 14 മുതൽ 16 MLAമാർ വരെ ഒരാഴ്ചയ്ക്കുള്ളിൽ പാർട്ടി വിടും എന്ന അഭ്യൂഹങ്ങളാണ് ഈ ഘട്ടത്തിൽ ശക്തമാകുന്നത്. മറ്റൊന്ന്, തൃണമൂൽ കോൺഗ്രസിൻ്റെ MPമാർ നേരത്തെ വിമത നീക്കം നടത്തി മറ്റൊരു ചെറു പാർട്ടിയിൽ ലയിച്ച് NDA പക്ഷത്തേക്ക് നീങ്ങുന്നത് സംബന്ധിച്ച വാർത്തകൾ സജീവമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന UBT MPമാരും ഈ പാർട്ടി വിടുന്നു എന്ന സൂചനകൾ വരുന്നു. ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിലേക്കാണ് ഇവർ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആകെ 9 MPമാരാണ് ശിവസേന UBT പക്ഷത്തിന് ഉള്ളത്. ഇതിൽ 6 പേർ വിമത നീക്കത്തിൽ സജീവമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ MPമാരുടെ യോഗം ശിവസേന UBT നേതാവ് ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ചു ചേർത്തത്. എന്നാൽ ഈ യോഗത്തിലും 4 MPമാർ മാത്രമാണ് പങ്കെടുത്തത്. 5 MPമാർ പങ്കെടുത്തില്ല. പാർട്ടി ഔദ്യോഗികമായി നൽകിയ വിശദീകരണം ഈ 5 MPമാർ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്തു എന്നാണെങ്കിൽ കൂടിയും അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ ടൈഗർ മഹാരാഷ്ട്രയിൽ സജീവമായി നടക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനെ സാധൂകരിക്കും വിധമാണ് ഇപ്പോൾ ശിവസേന UBT നേതാക്കളുടെ പ്രതികരണവും വരുന്നത്. എന്തായാലും MPമാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകളും ഈ ഘട്ടത്തിൽ വാർത്തയായിട്ടുണ്ട്. അതായത് ശിവസേന UBT പക്ഷത്തെ പ്രമുഖ MP അദ്ദേഹം ശിവസേന ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗാളിന് പിന്നാലെ മഹാരാഷ്ട്രയിലും ഓപ്പറേഷൻ ടൈഗർ വീണ്ടും എത്തുന്നു. അതായത് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമെത്തിയപ്പോൾ 40 MLAമാർ ഉദ്ധവ് താക്കറയെ വിട്ട് ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് പോയതൊക്കെ നമുക്കറിയാം. സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് ശിവസേന UBT നീങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന്. അനുശ്രീ, വി ആർ കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.